നമ്മൾ പറയും. നമുക്ക് ഇന്നലെ നമ്മളെ ഞെട്ടിച്ച ഒരു പ്രകടനം ജൂനിയർ ബോയ്സിന്റെ 100 മീറ്ററിൽ ഇന്നലെ മീറ്റർ റെക്കോർഡോടുകൂടി സ്വർണം നേടിയ അതുൽ എന്ന് പറയുന്ന ചാരമംഗലം HSS ചാരമംഗലത്തെ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ ഓർക്കുന്നുണ്ട്. 37 വർഷം പഴക്കമുള്ള റെക്കോർഡ് പഴങ്കഥയാക്കിയാണ് അതുൽ ഇന്നലെ ആ 2 കൈകൾ ഉയർത്തിയത് ഞങ്ങൾക്ക് മുന്നിലേക്ക് ഇവിടെ ഈ ട്രാക്കിലൂടെ വന്നു കേട്ടോ. അപ്പോൾ എനിക്കപ്പോൾ 2 അതിഥികൾ ചേരുകയാണ്. ശ്രീ രാംകുമാർ, ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാംകുമാർ സാറിന്റെ റെക്കോർഡാണ് അതിൽ മറികടന്നത്. അപ്പോൾ ആദ്യം നമ്മൾ രാംകുമാർ സാറിനോട് തന്നെ ചോദിക്കണം, സന്തോഷം തോന്നിയോ? തീർച്ചയായിട്ടും സന്തോഷം തോന്നി. ഞാൻ ഒരുപാട് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ റെക്കോർഡ് എല്ലാ വർഷവും തിരുത്തണമെന്ന്. ലാസ്റ്റ് ഇയറും ഞാനത് പറഞ്ഞതാണ്. ഇപ്പോൾ അത് നേര് കാണാനുള്ള സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ആ നിമിഷം ഇവിടെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് പോയിന്റുണ്ടായിരുന്നു. അത് കാണുകയും ചെയ്തു. അതുപോലെ അതിൻ്റെ ഒരു ഷേക്കൻഡോ കൊടുത്ത് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. അനുഗ്രഹിക്കുകയും ചെയ്തു, അഭിനന്ദിക്കുകയും ചെയ്തു. രണ്ടും ചെയ്തു. എങ്ങനെയുണ്ട് സ്പ്രിന്റ്? എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഫീച്ചറിൽ നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണ്. ഇന്നലെ രാത്രി അപ്പം റെക്കോർഡ് 38 കൊല്ലങ്ങൾക്ക് ശേഷം, റെക്കോർഡ് 37 കൊല്ലങ്ങൾക്ക് ശേഷം റെക്കോർഡ് തലയിലില്ലാതെയാണ് ഇന്നലെ നമ്മൾ ഉറങ്ങിയത്. തീർച്ചയായിട്ടും നല്ലൊരു ഉറക്കം തന്നെയായിരുന്നു. കാരണം ഈ മീറ്റിനെ സംബന്ധിച്ചിടത്തോളം കേട്ടല്ലോ, സാധാരണ ഉറക്കത്തല്ലേ പറയുന്നത്. മീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ റെക്കോർഡ് ഒന്ന് തിരുത്തണം എന്നുള്ളത്. അത് ഇന്നലെ നേരിൽ കാണുകയും ചെയ്തു. വളരെ സന്തോഷം. അതില്ലേ, എങ്ങനെയുണ്ട്? സാറ് ഇവിടെ ഉണ്ടായിരുന്നു. സാർ എന്ത് പറഞ്ഞു? സാറ് അനുഗ്രഹിക്കുകയും അതിനോടൊപ്പം പ്രശംസിക്കുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. 37 വർഷം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. ആരും ഇതുവരെ എടുത്തിട്ടില്ല. അത് എനിക്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. സാറിനോട് എന്താണ് പറയാനുള്ളത്? സാറിനോട് എനിക്ക് വളരെ വളരെ സ്നേഹമുണ്ട്. സാറിനോടും എന്നാണ് റെക്കോർഡ് ഇട്ടേലും സാറിന്റെ ഓട്ടം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാണാറുണ്ട് എങ്ങനെയായിരുന്നു പണ്ടത്തെ ഓട്ടവും ട്രാക്കും. ഞങ്ങളാരും ഇല്ലല്ലോ സാർ. 37 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാക്കും അതൊന്നും ഇല്ലല്ലോ. ആ സമയത്തെ ഓട്ടം എങ്ങനെയാണ്, അവരുടെ രീതി എങ്ങനെയാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ട്. അതെങ്ങനെ സാർ? ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു? കോട്ടയത്ത് നിന്നായിരുന്നു? അല്ല, ഇവിടുന്നായിരുന്നു അത് റെക്കോർഡ് വന്നത്? ഇല്ല, സ്റ്റേറ്റ് റെക്കോർഡ് വന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയം. നാഷണൽ റെക്കോർഡ് അതേ സ്റ്റേഡിയത്തിൽ 10.8 നാഷണൽ റെക്കോർഡ് ഇതേ സ്റ്റേഡിയത്തിൽ. അന്ന് എതിരാളികളൊക്കെ വളരെ സ്ട്രോങ്. എതിരാളിയൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവുകൊണ്ട് പേരൊന്നും അറിയുന്നില്ല. എന്നാലും നല്ല ടൈറ്റ് മത്സരമായിരുന്നു. അന്നത്തെ ഇന്നത്തെയും വ്യത്യാസം എന്താണ്? സ്കൂൾ കായികമേളയിൽ വലിയ വ്യത്യാസം. അന്ന് ഇത്ര സൗകര്യവും കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഇത് നല്ലൊരു ഫെസിലിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്ന് നമുക്ക് കൽക്കരി മണ്ണിലാണ് ഓടിയത്. ഇപ്പോൾ സിന്തറ്റിക് ട്രാക്ക്, അങ്ങനെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട്. അന്ന് കൽക്കരി ഇതിൽ ഓടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മെഡൽ. അന്ന് സ്ഥിതി അങ്ങനെയായിരുന്നു. കൽക്കരി സ്റ്റേഡിയം ആയിരുന്നു. പിന്നീട് ദേശീയ മീറ്റുകൾ മറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ റെയിൽവേയുടെ മീറ്റ് അങ്ങനെയുള്ളതൊക്കെ 2-3 വർഷം ചെയ്തു. പിന്നെ എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പോൾ റെയിൽവേയിൽ റെയിൽവേയിൽ ജോലിയായിരുന്നു. പാലക്കാട് ഡിവിഷൻ. അതെ. എന്നാലും ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇന്നലെ രാത്രി മുതൽ ഇവർ രണ്ടാൾ ഈ പേര് ഇന്നലെ അനൗൺസ് ചെയ്ത സമയത്ത് ബോർഡിൽ ഇങ്ങനെ തെളിഞ്ഞു. നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് അത് റെക്കോർഡാണ്, ഒരു മൈക്രോ സെക്കൻഡിന്. ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നുണ്ട് GV രാജയിലെ രാംകുമാറിന്റെ റെക്കോർഡാണ് മറികടന്നത്. അപ്പൊ ആരാണ് എന്നുള്ളൊരു ഇതുണ്ട്. അറിയായിരുന്നു നേരത്തെ? ഇല്ല, അറിയില്ലായിരുന്നു. രാംകുമാർ എന്ന പേര് കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ കണ്ടായിരുന്നു സാറിന്. അപ്പൊ നേരിട്ട് കാണണം, റെക്കോർഡ് എടുക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു. കണ്ടപ്പോ ഹാപ്പിയായി. അനുഗ്രഹവും മേടിച്ചു. അപ്പൊ ഇനി ഒരുപാട് മുന്നോട്ട് പോകണം. നാഷണൽ മെഡൽ വേണം കേട്ടോ. നാഷണൽ റെക്കോർഡ് വേണമെന്നാണ് ആഗ്രഹം. ഇതൊരു നാഷണൽ റെക്കോർഡ് ഇല്ല, വന്നിട്ടില്ല. അപ്പൊ ഇനി ഒരു റെക്കോർഡ് വേണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സാധ്യമല്ലേ സാർ? തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം കൂടെ നമുക്ക് അവനും കൊടുത്തേക്കണം കേട്ടോ. ഗംഭീരമാവട്ടെ. രണ്ടുപേരെ ഇങ്ങനെ കണ്ടതിന് വലിയ സന്തോഷം. അതിലും ഗംഭീരമായിരുന്നു പെർഫോമൻസ്. രാംകുമാർ സാർ, വളരെയധികം നന്ദി നമുക്കൊപ്പം ചേർന്നതിന് കേട്ടോ. ആത്മാർത്ഥമായി വളരെ നന്ദി. ഇങ്ങനെ കാണുമ്പോൾ ഉള്ളുന്ന് വല്ലാത്ത സന്തോഷം. ഓക്കെ.